ഗുഡ് മോർണിംഗ്. അടുത്തത് പേജ് 117 അവിടെയുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിനകത്തിലെ 117 മുമ്പ് 116 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കി നന്നായിട്ട് ടെക്സ്റ്റ് അത് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് നോക്കി ഒന്ന് പഠിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ആംഗിൾ ഓഫ് എ റോംബസ് ഈസ് 50 degree and the larger diagonal is 5 centimeter. What is its area? നമ്മൾ ഒരു റോംബസ് വരച്ചു, അതിൻ്റെ വലിയ ഡയഗണൽ 5 centimeter. നമുക്കറിയാം റോംബസിൻ്റെ അല്ലെങ്കിൽ ഏത് പാരലോകത്തിലായാലും ഡയഗണൽസ് എന്താണ്, ബൈസെക്ട് ഈച്ച് അതർ. റോംബസിൻ്റെ ആകുമ്പോൾ ഡയഗണൽസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അപ്പോൾ ഈ ഡയഗണൽസ് വന്ന് കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ഡയഗണലിൻ്റെയും സെൻറ്റർ ആയിരിക്കും, മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ടോട്ടൽ ലെങ്ത് 5 ആകുമ്പോൾ, ഇത് മിഡ് പോയിൻ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ലെങ്ത് 2.5, ഇവിടുന്ന് ഇങ്ങോട്ട് 2.5. ഇനി ആംഗിൾ ടോട്ടലി ഒരു ആംഗിൾ 50 degree എന്ന് പറഞ്ഞാൽ ഡയഗണൽ നമ്മൾ വരയ്ക്കുമ്പോൾ ആ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 25 degree. അപ്പോൾ ഇവിടെ നമുക്ക് റോംബസിൻ്റെ ഏരിയ കാണാൻ നമുക്ക് നേരത്തെ പറഞ്ഞു നിങ്ങളോട്, നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ പാരലഗ്രത്തിൻ്റെ ഏരിയ കാണുന്ന അതേ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച 8ാം ക്ലാസ്സിൽ പഠിച്ച ഹാഫ് D1 D2 രണ്ട് ഡയഗണൽസിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ബൈ 2. അപ്പം നമുക്ക് ഒരു ഡയഗണലുണ്ട്, സൈഡുകളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് മറ്റേ ഡയഗണലിലൂടെ കിട്ടിയാൽ നമുക്ക് ഹാഫ് D1 D2 ഉപയോഗിക്കാം. ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ ABC എന്ന ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഈ BC എന്ന ലെങ്ത് നമുക്ക് കിട്ടിയാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും രണ്ടാമത്തെ ഡയഗണൽ. ഒരു ഡയഗണലുണ്ട്, രണ്ടാമത്തെ ഡയഗണൽ. അപ്പോൾ നമുക്ക് ഹാഫ് D1 D2 ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഈ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ചെയ്തത്. ഈ ആംഗിൾ 25 degree ആംഗിളിനെ സംബന്ധിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസൻറ്റ് സൈഡ് നമുക്കുണ്ട്. ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസൻറ്റ് സൈഡിനെ റിലേറ്റ് ചെയ്യുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷനാണ് ടാൻ. അപ്പം ടാൻ 25 is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, x by 2.5. അവിടെ x എന്ന് പറയുന്നത് അപ്പോൾ 2.5 ഇൻറ്റു ടാൻ 25ൻ്റെ വാല്യൂ എന്തിനും ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം, ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച് അത് കൊടുത്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഈ എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ അതിൻ്റെ ഡബിളാണ് ഈ ഡയഗണലിൻ്റെ ടോട്ടൽ ലെങ്ത്. അപ്പോൾ എന്ത് വരും, അത് 2x, 2 ഇൻറ്റു 1.165. ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ട് ഉടനെ എഴുതേണ്ട കാര്യമില്ല. അതിന് കാരണം ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് D1 D2. നമ്മൾ ഇതുപോലൊക്കെ വരുമ്പോൾ ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഗുണിച്ചു പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തു, അത് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഹാഫ് ഇൻറ്റു D1ൻ്റെ ലെങ്ത് ഒരു ഡയഗണൽ 5, രണ്ടാമത്തെ ഡയഗണൽ എന്ന് പറയുന്നത് 2 ഇൻറ്റു 1.165. അപ്പോൾ അതാ നോക്കിയേ, ഈ 2 നമ്മൾ ക്യാൻസൽ ചെയ്തു. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് എന്നിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ എളുപ്പമാർക്കത്തിന് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം 5.825 cm². ഇതേ ഉള്ളൂ ഏരിയ ഹാഫ് D1 D2. അതുപയോഗിച്ച് നമ്മൾ ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് നമ്മൾ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് അതിനനുസരിച്ചൊരു ഫിഗർ വരയ്ക്കുക. ഫിഗറിന് മാർക്കുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ അത് ചുമ്മാതെ റഫ് ഫിഗർ വരയ്ക്കരുത്, സ്കെയിലും പെൻസിലും ഒക്കെ വെച്ച് വരച്ച് അതിലാവശ്യമുള്ള കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, എ ലാഡർ ലീൻസ് അഗൻസ്റ്റ് എ വോൾ. നമുക്കറിയാം ഒരു ഭിത്തി എപ്പോഴും എങ്ങനെയാ, തറയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് നിൽക്കുന്നത്. അതല്ല എങ്കിൽ നമ്മളോട് എന്ത് പറയും, പെർപെൻഡിക്കുലർ അല്ല എങ്കിൽ പറയും ഇത്ര ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്, ഇത്ര ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറയാം ലാഡർ ലീൻസ്, ലാഡർ ഇങ്ങനെ ഭിത്തിയിലോട്ട് ചാരി വെച്ചേക്കുന്നു. വിത്ത് ഇറ്റ്സ് ഫുട്സ് 2 meter എവേ ഫ്രം ദി വോൾ. അതിൻ്റെ വോളിൻ്റെ അടിയിൽ നിന്നും 2 meter മാറിയാണ് ലാഡറിൻ്റെ താഴ്വശം. ആൻഡ് ദി ആംഗിൾ വിത്ത് ദി ഫ്ലോർ 40 degree. അതായത് ലാഡർ ഫ്ലോറുമായിട്ടുണ്ടാകുന്ന ആംഗിൾ 40 degree. ഹൗ ഹൈ ഈസ് ദി ടോപ്പ് എൻഡ് ഓഫ് ദി ലാഡർ ഫ്രം. ഈ ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റിലാണ് ഇതിൻ്റെ ടോപ്പ്, അതായത് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം.
അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. കാരണം എന്താ, തറയും ഭിത്തിയും തമ്മിൽ 90 ഡിഗ്രി ആംഗിളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 40 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡ് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, tan 40 = h/2. അവിടെ നിന്നും എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എത്ര ഹൈറ്റിലാണ് ഈ ലാഡർ ഇരിക്കുന്നതെന്ന് നമുക്ക് കിട്ടും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അവിടെ 3 റെക്റ്റാങ്കിൾസ് അവർ തന്നിട്ടുണ്ട്. ഇതിനകത്തിൽ ഒരെണ്ണം വലുതും അടുത്ത 2 ചെറുതുമാണ് തന്നേക്കുന്നത്. ഇതിനെ ഡയഗണൽ വൈസ് കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഒരു റെഗുലർ പെൻറ്റഗൺ ആണ് ഈ തന്നേക്കുന്നത്, റെഗുലർ പെൻറ്റഗൺ. അപ്പം ഇത് എല്ലാ റെക്റ്റാങ്കിൾസും ഡയഗണൽ വൈസ് കട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു റെഗുലർ പെൻറ്റഗൺ ആണ് തന്നിരിക്കുന്നത്. ഈ പെൻറ്റഗണിൻ്റെ സൈഡ്സ് എല്ലാം 30 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഈ റെക്റ്റാങ്കിൾസിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും എത്രയായിരിക്കണം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പം നോക്കിക്കേ, ഇതിനെ ഡയഗണൽ വൈസ് കട്ട് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് അതാണ് ഈ രണ്ട് ട്രയാങ്കിൾസ്. അതേപോലെ ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ് ഈ 2 ട്രയാങ്കിൾസ്. ഇത് രണ്ടും കട്ട് ചെയ്ത് ഇവിടെ വെച്ചേക്കും. അപ്പോൾ നമുക്കറിയാം റെഗുലർ പെൻറ്റഗൺ ആകുമ്പോൾ സൈഡ്സ് എല്ലാം ഈക്വലാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 30 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടോട്ട് പെർപെൻഡിക്കുലർ ഈ ലെങ്ത് 15. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്താണ്, അത് 15 സെൻറ്റിമീറ്റർ. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, ഇവിടെ നിന്ന് ഇവിടേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90. അറിയാം, ഈ റെക്റ്റാങ്കിൾസ് ആണല്ലോ, റെക്റ്റാങ്കിൾസ് ആകുമ്പോൾ ഈ ആംഗിൾസ് 90, അപ്പോൾ രണ്ടും കൂടെ വെക്കുമ്പോൾ 90 വെച്ച് വരും. പിന്നെ നമുക്കറിയാം ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ ഓരോ ആംഗിളും 108 ഡിഗ്രിയാണ്. ഇത് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഈ 2 ആംഗിൾസ് ഈക്വലാണ്. ഇത് ടോട്ടലി 108 ആകുമ്പോൾ ഇതിലെ ഓരോ ആംഗിളും 108ൻ്റെ ഹാഫ്, ദറ്റ് ഈസ് 54 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ഓരോ ആംഗിളും 54 ഡിഗ്രി വെച്ചായിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഒരു ആംഗിൾ 90 പോയി കഴിയുമ്പോൾ ഒരു ആംഗിൾ 54, അപ്പം നെക്സ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 36. മൂന്നും കൂടി 180 വരണ്ടേ, അപ്പോൾ ഈ ആംഗിൾ 36 എന്ന് കിട്ടും. ഇനിയും ഈ വരുന്ന വലിയ ആംഗിൾ എന്ന് പറയുന്നത് ഈ റെഗുലർ പെൻറ്റഗൺ ആംഗിൾ, അതുകൊണ്ട് 108. അതിൽ നിന്ന് 36 പോയി കഴിയുമ്പോൾ ഇത്രയും പാർട്ടിലെ ആംഗിൾ എന്ന് പറയുന്നത് 72 ഡിഗ്രി ഇത് കിട്ടും അല്ലേ. അപ്പം നമുക്ക് 72 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ് കിട്ടിയപ്പോൾ നമുക്കിതിൻ്റെ ബ്രെഡ്ത്ത് കിട്ടി. നമ്മളറിയാം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചുള്ള അളവുകളായി അല്ലേ. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ tan 72 = L by, ഈ ലെങ്ത് ഞാൻ L എന്ന് കൊടുത്തു, L/15. അവിടെ നിന്ന് L കണ്ടുപിടിക്കുമ്പോൾ ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും, ഇനി നോക്കിക്കേ, ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ എടുത്തു. ഞാൻ എൻ്റെ പേര് കൊടുക്കാം ABC. ഈ ABC എന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ച് AC എന്നത് പറയുന്നത് ഈ 54 ഡിഗ്രി ആംഗിളിൻ്റെ ഹൈപ്പോട്ന്യൂസ് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ വേണം, അഡ്ജസൻറ്റ് സൈഡും വേണം, ഓപ്പോസിറ്റ് സൈഡും വേണം. ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇവിടോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ sin 54 = h/30. അവിടെ നിന്ന് h കണ്ടുപിടിക്കുമ്പോൾ നമുക്കിതിൻ്റെ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് നമുക്ക് ലഭിക്കും. ഇനി ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് നമുക്ക് വേണം. അപ്പം നോക്കി 54 ഡിഗ്രി ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഞാനതിനെ B എന്ന് സൂചിപ്പിച്ചേക്കുകയാണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ന്യൂസ് നമുക്കുണ്ട്. അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ന്യൂസ് റിലേറ്റ് ചെയ്യുന്നത് cos 54 = B/30.
അവിടെ നിന്ന് ബി കണ്ടുപിടിക്കുമ്പോൾ ചെറിയ റെക്റ്റാങ്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ ബ്രെഡ്ത്തായി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവുകളെല്ലാം തന്നെ കിട്ടും. നെക്സ്റ്റ് കുറച്ച് ലൈൻസ് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. പറഞ്ഞേക്കുന്നത് ഇൻ ദി പിക്ചർ വെർട്ടിക്കൽ ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ്. വെർട്ടിക്കൽ ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്പേസ് അല്ല പറഞ്ഞേക്കുന്നത്, ഇതിനിടയ്ക്കുള്ള സ്പേസ് സെയിം ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈക്വലി സ്പേസ്ഡ്. പ്രൂവ് ദാറ്റ് ദെയർ ഹൈറ്റ്സ് ആർ ഇൻ ദി അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിൻ്റെ ഹൈറ്റുകൾ ഞാൻ H1 H2 H3 H4 എന്നീ ഹൈറ്റുകൾ കൊടുത്തു. അപ്പോൾ H1 H2 H3 H4 എക്സെട്ര എന്ന് പറയുന്നത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണെന്ന് കാണിക്കണം. അതിൻ്റെ കോമൺ ഡിഫറൻസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് കാണിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ വെർട്ടിക്കലി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് എല്ലാം എങ്ങനെയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ എടുത്തു. ആ റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ച് നോക്കിക്കേ, ഈ 40 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് H1, അഡ്ജസൻറ്റ് സൈഡ് A. അപ്പോൾ H1 is equal tan 40 is equal to H1 by A, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ H1 is equal to A into tan 40. ഇനി എന്താ നോക്കിക്കേ, ഏതാണ്ട് ഞാൻ വേറൊരു ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിൾ എടുത്തു. ആ ട്രയാങ്കിളിന് tan 40 എന്ത് വരും? H2 by ഈ AB എന്നുള്ള ലെങ്ത് അല്ലേ? AB എന്നുള്ള ലെങ്ത് എത്രയാ? A plus D. അപ്പോൾ H2 by A plus D. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ H2 is equal to A plus D into tan 40. ഇതകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഗുണിക്കാം. അടുത്തത് H3 ആണ് DE. നോക്കിക്കേ, ADE എന്ന ട്രയാങ്കിൾ എടുത്താൽ tan 40 എന്ന് പറയുന്നത് H3 by ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് അല്ലേ AD എന്ന് പറയുന്നത്. AD എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? A plus D plus D, അതായത് A plus 2D. അപ്പോൾ H3 അതായത് H1 A tan 40, H2 A plus D tan 40 നമ്മൾ ചെയ്ത് നോക്കി. H3 അപ്പോൾ എന്ത് വരും? A plus 2D into tan 40. ഇതേപോലെ ചെയ്യാമെങ്കിൽ A plus 2D into tan 40. ഇനിയും നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ H2 മൈനസ് H1 എന്ന് പറയുന്നത് A പ്ലസ് D ഇൻറ്റു ടാൻ 40 മൈനസ് A ഇൻറ്റു ടാൻ 40. അതിൻ്റെ H2ൻ്റെ H1ൻ്റെ വാല്യൂ കൊടുത്തു. ഇനി ഇത് A പ്ലസ് B, A ഇൻറ്റു B പ്ലസ് C ഫോമിൽ ഇതകത്തോട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. പിന്നെ ഇങ്ങോട്ട് അപ്പോൾ എന്ത് വരും? A ടാൻ 40 പ്ലസ് D ടാൻ 40 മൈനസ് A ടാൻ 40. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് D ടാൻ 40 എന്ന് കിട്ടും. ഇനി H3 മൈനസ് H2 കണ്ടുപിടിക്കുമ്പോഴും D ടാൻ 40 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണ്. എൻ്റെ കോമൺ ഡിഫറൻസ് D ടാൻ 40 ആണെന്ന് പറയാം. H3യുടെ വാല്യൂ എത്രയാ? A പ്ലസ് 2D ഇൻറ്റു ടാൻ 40. അത് നമ്മൾ വാല്യൂ കൊടുത്തു. H2ൻ്റെ വാല്യൂ A പ്ലസ് D ഇൻറ്റു ടാൻ 40 അതും കൊടുത്തു. ഇനി ഇതകത്തേക്ക് ഗുണിച്ചു, ഇതുമായിട്ട് ഗുണിച്ചു, ഇങ്ങോട്ട് ഗുണിച്ചു. അപ്പോൾ എന്ത് വരും? A ടാൻ 40 പ്ലസ് 2D ടാൻ 40. ഇനി ഇത് അതുപോലെ അകത്തോട്ട് ഗുണിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മൈനസും കൂടി കോമൺ ഉണ്ട്. അപ്പോൾ ആദ്യം മൈനസ് A ടാൻ 40, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് D ടാൻ 40. അപ്പോൾ A ടാൻ 40 മൈനസ് A ടാൻ 40യുടെ പോവും. 2D ടാൻ 40യിൽ നിന്നും D ടാൻ 40 കുറയ്ക്കുമ്പോൾ എന്ത് വരും? D ടാൻ 40 എന്ന് വരും. അപ്പോൾ H2 മൈനസ് H1ഉം H3 മൈനസ് H2ഉം D ടാൻ 40 ആയതുകൊണ്ട് H1 H2 H3 ഇവയെല്ലാം എന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അതായത് ഹൈറ്റ്സ് എല്ലാം അരിത്തമാറ്റിക് സീക്വൻസിലാണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് D ടാൻ 40 എന്നാണ്. ഇനി ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 6 centimeter and the angle at its ends are 40 degree and 65 degree. Calculate its area.
അപ്പോൾ നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ, അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആംഗിൾസ് 40യും 65. നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ ആണോ നമുക്ക് ഇക്വേഷൻ ½ ആണ്. ബേസ് ഉണ്ട്, എച്ചും കൂടി വേണം. അത് നമ്മളിവിടെ ഒന്ന് പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു, എച്ച് എടുത്തു. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റൈറ്റ് ട്രയാങ്കിൾസിനെ സംബന്ധിച്ച് അതിൻ്റെ സൈഡ്സ് ഇല്ല, ഉണ്ടോ? ഈ ലെങ്ത് നമുക്കില്ല, നമുക്ക് ഈ ടോട്ടൽ ലെങ്താണ് ഉള്ളത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 6 - x. അപ്പം ഇവിടെ ഫസ്റ്റ് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ tan 40 എന്ന് പറഞ്ഞാൽ എന്ത് വരും? h/x. h/x. നമുക്ക് h ആ വേണ്ടത്. ഞാൻ x = അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ x = h/tan 40. അതേപോലെ tan 65 എന്ന് പറയുന്നത് h/ ഇത് ടോട്ടൽ 6 ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ x പോയി കഴിയുമ്പോൾ ബാക്കിയുള്ളത് 6 - x. അപ്പോൾ ഇത് tan 65 h/ ഈ ലെങ്ത് h/6 - x. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 - x = h/tan 40. നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ ഉണ്ട്, എത്രയാ? h/tan 40. ആ വാല്യൂ ഇവിടുത്തെ എക്സിന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്നത് അങ്ങ് ഒഴിവായി കിട്ടും, എച്ചിലുള്ള ഇക്വേഷൻ കിട്ടും അല്ലേ? 6 ഈ വാല്യൂ കൊടുക്കുമ്പോൾ h/tan 40 = h/tan 65. എന്താ ഇത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? 6 = h/tan 65 + h/tan 40. ഇവിടെ രണ്ടിടത്തു നിന്നും h കോമൺ എടുത്തു കഴിയാൻ ബാക്കി എന്ത് വരും? h × 1/tan 65 + 1/tan 40 = 6. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് കൊടുത്ത് സിംപ്ലിഫിക്കേഷൻ നടത്തി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എടുത്ത് എച്ചിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. എച്ചിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ½ ബേസ് നമുക്കുണ്ട് 6 × എച്ചിൻ്റെ വാല്യൂ കൊടുത്ത് നമ്മൾ ഏരിയ കണ്ടെത്തുന്നു. നമ്മൾ ഈ ഫിഗർ വരച്ച് കിട്ടിയാൽ നമുക്ക് പിന്നെ ഏത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി അവിടെ ആവശ്യം? ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസ് ഇതിലേതെങ്കിലും ഒന്നാണ് ഉള്ളതെങ്കിൽ സൈൻ വേണം. അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ഇതിൽ ഏതെങ്കിലും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ കോസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ടാൻ ആണ്. അത് ഓർത്തിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ.